Hi friends, Assalamu alaikum. Bismi Kitchen എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ആണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യോ ഓയിലോ ഏതാണ് ഇഷ്ടം അത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ 4 പീസ് ബ്രെഡും ഇതേപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബട്ടറിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ ബട്ടർ 4 എണ്ണത്തിന് എത്രയാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം 4 ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ 2 എണ്ണം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള 2 എണ്ണം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതേ 4 ബ്രെഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാൻഡ്വിച്ച് എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അതിനായിട്ട് 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ആ വൈറ്റ് പോർഷനും മഞ്ഞ ഭാഗവും രണ്ടും വേറെ വേറെ ആയിട്ട് തിരിക്കാം. ഈ എഗ്ഗ് വൈറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി നമ്മൾ ഈ എഗ്ഗ് യോക്കിൻ്റെ 2 എണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. മുഴുവൻ 3 മുട്ട എടുത്തിട്ടുണ്ടെങ്കിൽ 2 എഗ്ഗ് യോക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. എടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്താൽ തന്നെ ഇതേപോലെ നന്നായിട്ട് ക്രഷായി കിട്ടിക്കോളും. നന്നായിട്ട് ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മയോണൈസാണ്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള മയോണൈസാണ്. മയോണൈസ് നമുക്ക് 2 രീതിയിൽ തയ്യാറാക്കി എടുക്കാം. എഗ്ഗ് വൈറ്റ് വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാം, ഒരു മുട്ട അങ്ങനെ വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാം. അപ്പം ഞാൻ ഒരു മുട്ട മുഴുവനായിട്ടും ചേർത്തിട്ടുള്ള മയോണൈസാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മല്ലിയില കൂടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മയോണൈസിലൊക്കെ ഉപ്പ് ഉള്ളതാണ്, അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഉപ്പ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു പിഞ്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ചുവന്ന മുളകൊന്ന് ക്രഷ് ചെയ്ത് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. അപ്പം നമ്മളിവിടെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ഈസി മെത്തേഡിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാം. സ്കൂൾക്ക് പോകുന്ന കുട്ടികൾക്ക് കൊടുത്തയക്കാനും ഒക്കെ പറ്റും. 10 മണിക്ക് ഒരു സ്നാക്കായിട്ട് കഴിക്കാനൊക്കെ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. അതുപോലെ തന്നെ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴും കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയത് കുട്ടികൾക്കൊന്നും മാത്രമല്ല വലിയവർക്കും ഒരേപോലെ കഴിക്കാവുന്നതാണ്. ഞാൻ ഒരു മറ്റേ ബ്രെഡിൻ്റെ ഒരു സൈഡിലേക്ക് അല്പം ടൊമാറ്റോ കെച്ചപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ സ്പൈസി ടൊമാറ്റോ ആണ് കേട്ടോ. സ്പൈസി ആൻഡ് സ്വീറ്റ് ടൊമാറ്റോ സോസാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സാൻഡ്വിച്ചാണ്. ഇതേപോലെ നമുക്ക് മറ്റേതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 എണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാം. ടോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സാൻഡ്വിച്ചാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി.